പരിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കുന്ന, ഇസ്ലാം അല്ലാത്തതിനെ ഇസ്ലാമായി അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും പരിഹസിക്കുകയും അവമതിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ആശയപരമായി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഞാൻ സംസാരിക്കുന്നത് ഏതാണ്ട് കാസർഗോഡിനടുത്തുള്ള ഒരു പ്രദേശത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ ദീനെത്തിയ ഒരു നാട്ടിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. കേരളത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കടന്നു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി അനുഭവിച്ചറിഞ്ഞ അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ ദീൻ പ്രചരിച്ച ഒരു നാട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവരിവിടെ വന്നു ധാരാളം പള്ളികൾ ഉണ്ടാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി നമുക്കറിയാം. ഇന്ത്യയിലെ ഫസ്റ്റ് മോസ്ക് എന്നറിയപ്പെടുന്ന പള്ളിയുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് പള്ളിയാണ്. ആ പള്ളി നിർമ്മിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവിയെടുക്കുന്നത് 1926-ലാണ്. ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്താണ്. ആ പള്ളി മാത്രമല്ല, ധാരാളം പള്ളികൾ. കാസർഗോഡ് പള്ളിയില്ലേ, സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയില്ലേ? ഈ പള്ളികളിൽ ഇന്നും നടന്നു വരുന്ന ആരാധനാ രീതികൾ നിങ്ങൾ നോക്ക്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ പള്ളികളിലൊക്കെയും ഇന്ന് അറബിയിലുള്ള ഖുതുബയാണ് ജുമുഅയുടെ ഭാഗമായി ഓതിയിട്ടുള്ളത്. ഈ പള്ളികളിൽ ഒരൊറ്റ പള്ളിയിലും ജുമുഅക്ക് വേണ്ടി പെണ്ണുങ്ങൾ ആരും വന്നിട്ടില്ല. ഈ പള്ളികളിൽ ഇമാമ് നിസ്കരിച്ചതിന് ശേഷം എണീറ്റു ഓടാതെ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി ദുആക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ പള്ളികളിലൊക്കെയും റമളാനിൽ തറാവീഹ് 20 റകഅത്താണ് നിസ്കരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ആ പള്ളികളിൽ നടന്നു വരുന്ന ആരാധനാ രീതികൾ അതൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഏതു പള്ളികളിലാണ് അത്തരം രീതികൾ കാണുന്നത്? ഞാൻ സംസാരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ പേര് മാണിക്കോത്ത് എന്നാണ്. ധാരാളം പള്ളികളുള്ള ഒരു പ്രദേശമാണ് നിങ്ങളുടെ കാഞ്ഞങ്ങാടും കാസർഗോഡും ഒക്കെ. ഈ മാണിക്കോത്ത് ജുമുഅ നടക്കുന്ന പള്ളി നോക്ക് നിങ്ങൾ. ആ പള്ളിയിൽ ഇന്ന് അറബിയിലുള്ള ഖുതുബ ഓതാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയിൽ മുത്തുനബി തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്ത് ജുമുഅക്ക് അറബിയിലുള്ള ഖുതുബ ഓതി കാണിച്ചതുകൊണ്ടാണ്. കേരളത്തിലെ സകല സുന്നികളുടെയും പള്ളികളിൽ ആ രീതിയാണ് ഇന്നും നിലനിൽക്കുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങളെ ഇസ്ലാം പഠിപ്പിക്കാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, ഞങ്ങളെ തൗഹീദ് പഠിപ്പിക്കാൻ ഇപ്പോൾ രംഗത്തു വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രോഗ്രാം പോലെയല്ല ഈ പ്രോഗ്രാം. ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വരുത്തണമെങ്കിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഉള്ളത് സമൂഹത്തോട് പറയേണ്ട കാര്യമുള്ളൂ.
അത് പറയാൻ ഞങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതുമില്ല. ഈ മാണിക്കോത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയും. അതേ സ്റ്റേജിൽ ഞങ്ങൾക്ക് കൂടെ ചില സംശയങ്ങൾ ചോദിച്ച് ആ സംശയ ദൂരീകരണത്തിന് അവസരം തന്ന് ഒരു പ്രോഗ്രാം നടത്താൻ നിങ്ങൾക്ക് മാണിക്കോത്തെന്നല്ല, ഈ അള്ളാന്റെ ദുനിയാവിൽ നിങ്ങൾക്ക് എവിടെയും കഴിയൂല. ജനങ്ങളെ കബളിപ്പിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, എന്താണ് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത് സഹോദര? ഞാൻ ചോദിക്കുന്നു, ഈ കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പള്ളിയുടെ മിമ്പറിൽ നിന്ന് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളി ഏതാ? നിങ്ങൾ പറ, ആ പള്ളി ഏതാ? അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയാണോ? ഈ കേരളത്തിൽ എന്നല്ല, ലോകത്ത് തന്നെ ആദ്യമായിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളിയുള്ളത് എറണാകുളം ജില്ലയിലെ കൊച്ചിക്കടുത്തിട്ടുള്ള മട്ടാഞ്ചേരിയിലെ ഹാജി അബ്ദുള്ള സേട്ട് നിർമ്മിച്ച പള്ളിയാണ്. ആ പള്ളിയിലെ ഇമാമാരായിരുന്നു ഹൈദരാബാദുകാരനായ അബ്ദുൽ കരീം മൗലവിയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ മനുഷ്യന് മലയാളം അറിയില്ലായിരുന്നു. 1865 നിങ്ങൾ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പള്ളിയിൽ ആദ്യമായി ഖുതുബ നിർവഹിച്ചത് ഉറുദുവിലായിരുന്നു. പിന്നീടാണത് മലയാളത്തിലേക്ക് മാറിയത്. ആ പള്ളിയെക്കുറിച്ചും ഹാജിയെക്കുറിച്ചും ഈ പുതിയ ഖുതുബയെക്കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാൻ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിക്കുക. 1972 സൽസബീൽ വായിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പെണ്ണ് പള്ളിയിൽ പോയത് എവിടെയാണ്? എവിടെയാണ് പള്ളിയിൽ പോയിട്ടുള്ളത്? സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയിലല്ല. കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ പെണ്ണിന്റെ പേര് വെള്ളാറമ്പാറ ഖദീജ കുട്ടി, വെള്ളാറമ്പാറ ആമിനക്കുട്ടി എന്ന 2 പെണ്ണുങ്ങളാണ്. മഞ്ചേരിക്കടുത്ത ഒതായിലാണ് ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോയത്. ഞാൻ ചോദിക്കുന്നു, ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതെങ്കിൽ, അവിടെയാണ് പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഫലമുള്ളതെങ്കിൽ, എന്തുകൊണ്ടാണ് നബിയുടെ ശിഷ്യന്മാരായ സ്വഹാബത്ത് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാതിരുന്നത്? ശാഫിഈ ഇമാമിന്റെ ആണ്ടിന്റെ മാസം കൂടിയാണ് ഈ റജബ് മാസം. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ശാഫിഈ ഇമാം പറയുന്നു, നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയും ജുമഅക്കും ജമാഅത്തിനും പോയതായി എനിക്കറിയാൻ സാധിച്ചിട്ടില്ല എന്ന്. ശാഫിഈ ഇമാമിന് കിട്ടാത്ത വിവരം കിട്ടാൻ മാത്രം അറിവുള്ള ആരാണ് ഈ കേരളത്തിലുള്ളത്? ഞാൻ ചോദിക്കുന്നു, വളരെ കൃത്യമായി ചോദിക്കുന്നു, നിങ്ങൾ പറ, ഒരു പെണ്ണിന് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ആണുങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും എന്തെങ്കിലും അധിക പ്രതിഫലം ലഭിക്കുമെന്ന് ഒരു ഹദീസ് ഉണ്ടെങ്കിൽ, ഞാൻ സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ വാ ആ ഹദീസുമായിട്ട് ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ തയ്യാറാ. അങ്ങനെ ഒരു പുണ്യം പള്ളിയിൽ പെണ്ണിനുണ്ടെന്ന് നിങ്ങൾ പറ. ഇത് എവിടുന്ന് കിട്ടിയ ഇസ്ലാമാണ്? അപ്പൊ സഹോദരങ്ങളെ, കേരളത്തിലെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾ അഥവാ സുന്നികൾ, അവർ ഈ സമൂഹത്തോട് പറയുന്നത്, അവരാചരിക്കുന്നത്, അവർ ഈ സമൂഹത്തോട് അവർ പ്രബോധനം ചെയ്യുന്ന ആദർശം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കേരളത്തിലെത്തിച്ച ഇസ്ലാമിനെയാണ് അവർ ഈ സമൂഹത്തോട് അഡ്രസ് ചെയ്ത് പറയുന്നത്. എന്നാൽ ഇതൊന്നും പരിചയമില്ലാത്ത ഒരു പുതിയ ഇസ്ലാമിന്റെ ആശയമായിട്ടാണല്ലോ വഹാബികൾ കേരളത്തിൽ ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആശയം മനുഷ്യനിർമ്മിത ആശയമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവര് പറയുന്ന ആശയത്തിൽ കാണുന്ന മഹാവൈരുദ്ധ്യങ്ങളും മഹാ അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നുകൊണ്ട് ഈ മൗലവി പലതും പ്രസംഗിച്ചു. ഞാൻ ആ പ്രസംഗങ്ങൾ ഏറെക്കുറെയൊക്കെ കേട്ടു. പലയിടത്തും പറയുന്ന കാര്യമാണ് ഇവിടെയും ആവർത്തിച്ചത്. കാര്യമായി പറയുന്നത് എന്താണെന്നറിയോ? ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയാണ്. എനിക്കത് കേട്ടപ്പോ ചിരി വന്നു. ഞാൻ ഇവിടെ വെച്ച ഈ പരിപാടിക്ക്
ആ മൗലവിമാരെ കൊണ്ടുവന്ന സാധുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പ്രവണത ഞങ്ങളുടെ മുമ്പിൽ നടത്തരുത്. ഞാൻ ചോദിക്കുന്നു, ആരാണ് ആത്മീയമായ ചൂഷണം ചെയ്യുന്നത്? ഈ കേരളത്തിൽ നടക്കുന്ന വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളോ തട്ടിപ്പും മന്ത്രവാദവും നടത്തിയ ആളുകളുടെ പണം മൂറ്റുന്ന ആളുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് സുന്നി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? ഞങ്ങളത് തലയിലേറ്റുമെന്നാണോ നിങ്ങൾ കരുതിയത്? ഞാൻ ചോദിക്കട്ടെ, മഞ്ചേരിയിലെ നിലമ്പൂരിന്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള കരുളായിലെ ഫിറോസിനെ അറിയുമോ നിങ്ങൾക്ക്? ആ ഫിറോസ് മരണപ്പെട്ടത് എങ്ങനെയാണ്? ആ ഫിറോസിന് കരൾ രോഗമായിരുന്നില്ലേ? ആ ഫിറോസിന്റെ വോയിസ് ഉണ്ടായിരുന്നല്ലോ പുറത്ത്. ആ ഫിറോസിന് കരൾ രോഗം ബാധിച്ച് ആദ്യം ഹോമിയോ മരുന്നുകൾ കൊടുത്തു. ഫലമില്ലാതായപ്പോൾ ആയുർവേദത്തിൽ ചികിത്സ നടത്തി. എല്ലാം അദ്ദേഹം തുറന്നു പറയുന്നു. അതിൽ അദ്ദേഹത്തിന് ആശ്വാസമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സ കേന്ദ്രമാണ് മഞ്ചേരിയിലെ ചരണിയിലെ വഹാബികൾ നടത്തുന്ന ജിന്ന് ചികിത്സാ കേന്ദ്രം. വാർത്തയായതല്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് പറയാൻ നിങ്ങൾ അവസരം തരുന്നു. ആ ചെറുപ്പക്കാരന് 26 ദിവസമാണ് മരുന്നും ഭക്ഷണവും നിഷേധിച്ചുകൊണ്ട്, നിന്റെ വയറ്റിൽ ഗണപതി കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരനെ ക്രൂരമായ മർദ്ദനക്ക് ഇരയായി. ആ സഹോദരൻ മരിക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ട വോയിസ് വേണോ? ഞാൻ തരാം നിങ്ങൾക്ക്. ജമാൽ ചെറുവാടിയുടെ ചികിത്സാ കേന്ദ്രത്തെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ ഒട്ടിച്ച പോസ്റ്റർ ഞാൻ കണ്ടു. ആ പോസ്റ്ററിൽ നിങ്ങൾ പറയുന്നത് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, വിസ്ഡം വിഭാഗം മുജാഹിദിന്റെ നേതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ കഴിഞ്ഞ 12 കൊല്ലമായി നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഈ കേരളത്തിലെ മന്ത്രവാദ ചികിത്സക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണോ? ഞാൻ ചോദിക്കുന്നു, ആരാണ് സാജിദ് മൗലവി തിരൂരങ്ങാടി? ഞങ്ങളെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഓൺലൈനിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും പ്രമുഖ നേതാവായ മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ 3 ദിവസം താമസിച്ചുകൊണ്ട് സാജിദ് മൗലവി തിരൂരങ്ങാടിയും തെക്കൻ ജില്ലയിലെ ഒരു പെണ്ണും ചേർന്നുകൊണ്ട് നടത്തിയ ചികിത്സയുടെ തട്ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്നു തരണം. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹമാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. ഹാരിസ് കായക്കൊടിക്കറിയില്ലേ ഈ സംഭവം? ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന മൗലവി ശിഹാബ് എടക്കരക്കറിയില്ലേ? അദ്ദേഹം പേര് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് 10,000 രൂപയാണ് നിങ്ങൾ ഫീസ് വാങ്ങിക്കുന്നത്. എത്ര കേന്ദ്രങ്ങൾ നിങ്ങളുടെ മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പരസ്യമായ പ്രസംഗമുണ്ട്. ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണം, ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണം. റുഖിയ ശറഇയ്യ എന്ന പേരും ഇട്ടുകൊണ്ട് നിങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ആഹ്വാനം ചെയ്തവരല്ലേ? നിങ്ങൾ ഏത് വിഷയത്തിലാണ് സുന്നികളെ ആത്മീയ ചൂഷണത്തിന്റെ ആളുകളായി പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, അവിടെയാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഒന്ന് വായിക്കേണ്ടത്. ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാരാണ്? ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്? വിസ്ഡം വിഭാഗം മുജാഹിദുകളെ കുറിച്ചുകൊണ്ട് മറുവിഭാഗം മുജാഹിദ് പറയുന്നത് അവരെ തൗഹീദ് പിഴച്ചിരിക്കുന്നു, അവർ ശിർക്കിലും കുഫറിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളാണോ ഞങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്? മന്ത് മറ്റേ കാലിലാണെന്നേ ഞാനിപ്പോ പറയുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടെ എഴുതിയൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ജിന്നും മിൻസും ഒക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിൽ മനുഷ്യനെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് സമയമില്ല. വൈകുന്നേരമായാൽ ജിന്നിന്റെ കഥയായി. ജിന്നിനെ കയറ്റലും കയറ്റിയ ജിന്നിനെ ഇറക്കലും. എത്ര കാലമായി